തെക്കൻ യൂറോപ്പിനെ ചുട്ടരിച്ച് കാട്ടുതീ. യൂറോപ്പിൽ താപനില 42 ഡിഗ്രി സെൽഷ്യസ് എത്തി. കനത്ത ചൂടിൽ പലയിടങ്ങളിലും കാട്ടുതീ പടർന്നു. ഗ്രീസിലും സ്പെയിനിലും തുർക്കിയിലും അൽബേനിയയിലും സ്ഥിതി രൂക്ഷം. ഗ്രീസിലെ പാട്രസിൽ നിന്ന് മാത്രം ഒഴിപ്പിച്ചത് 2 ലക്ഷത്തിലധികം പേരെയാണ്. വരും ദിവസങ്ങളിലും കാട്ടുതീ അതിരൂക്ഷമായി തുടരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. 20-ലധികം സ്ഥലങ്ങളിൽ കാട്ടുതീ വ്യാപിച്ചിട്ടുണ്ട്. സ്പെയിൻ, പോർച്ചുഗൽ, ഫ്രാൻസ്, ഇറ്റലി, ബാൾക്കൻസ്, ബ്രിട്ടൻ തുടങ്ങിയ നഗരങ്ങളിൽ ഈ ആഴ്ച അത്യുഷ്ണമുണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ബുധനാഴ്ച പുലർച്ചെ മുതലാണ് ഗ്രീസിൽ കാട്ടുതീ രൂക്ഷമായത്. ഗ്രീസിൽ കഴിഞ്ഞ ദിവസം മാത്രം 82 തീപിടുത്തങ്ങളാണ് രജിസ്റ്റർ ചെയ്തത്. 4850 അഗ്നിശമന സേനാംഗങ്ങളും 33 വിമാനങ്ങളും തീയണയ്ക്കാനായി വിന്യസിച്ചിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനിടെ സൈനികർ ഉൾപ്പെടെ 1-ലധികം പേർ മരിച്ചു. 15ഓളം പേർക്ക് പരിക്കേറ്റതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഉയർന്ന ഉഷ്ണതരംഗ മർദ്ദമായ ജൂലിയ തെക്ക് പടിഞ്ഞാറൻ ജർമ്മനിയിലെത്തി. വിവിധയിടങ്ങളിൽ പകൽ താപനില 33 ഡിഗ്രി സെൽഷ്യസായി ഉയർന്നു. താപനില ഏകദേശം 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതേസമയം കാട്ടുതീ തടയാനുള്ള അടിയന്തര പ്രതികരണ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാനായി UAE പ്രത്യേക സംഘങ്ങൾ അൽബേനിയ തലസ്ഥാനമായ ടിറാനയിലെത്തി. മേഖലയിലെ കാട്ടുതീ കെടുത്താനാവശ്യമായ അഗ്നിശമന വിമാനങ്ങൾ, ഉപകരണങ്ങൾ, വസ്തുക്കൾ എന്നിവയും UAE സംഭാവന ചെയ്യും. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നിർദ്ദേശപ്രകാരമാണ് UAE ഇടപെടൽ.